ആദ്യം നമുക്ക് ഡൽഹിയിലേക്ക് തന്നെ പോകാം. കാരണം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു. ഈ നീറ്റ് പുനഃപരീക്ഷ ഇന്ന് നടക്കുകയാണ്. നീറ്റ് UG പുനഃപരീക്ഷയാണ് ഇന്ന് നടക്കുന്നത്. അതായത് ഗ്രേസ് മാർക്ക് കിട്ടിയ 1563 ഉദ്യോഗാർത്ഥികളാണ് ഇന്നിപ്പോൾ പരീക്ഷ എഴുതുക എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. മാത്രമല്ല ഇന്നലെ NT ഡയറക്ടറെ മാറ്റുകയും ചെയ്തു. പുതിയൊരു കമ്മീഷൻ, കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഒരു കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട സർക്കാർ ഒരു സമഗ്രമായ മാറ്റത്തിന് തയ്യാറെടുക്കുന്നു. പരീക്ഷാ ക്രമക്കേടുകൾ നടക്കാതിരിക്കാനുള്ള നിയമനിർമ്മാണം നടത്തുന്നു എന്നുള്ളതൊക്കെ വളരെ ആശ്വാസകരമായ വാർത്തകളാണ്. ഒപ്പം തന്നെ ഡൽഹിയിൽ നിന്ന് മറ്റെന്തൊക്കെ വാർത്തകളുണ്ട് എന്ന് കൂടെ നമുക്ക് സജുവിനോട് ചോദിക്കാം. സജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സജു, കുറച്ച് നാളുകളായി ഈ നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടും ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അത് ജാർഖണ്ഡിൽ നിന്നുള്ള അറസ്റ്റ് ചെയ്യുന്നു, എവിടെ നിന്നാണ് ചോദ്യപേപ്പർ ചോർന്നതെന്ന് കണ്ടെത്തുന്നു, അങ്ങനെ കുറേ ദിവസമായി വലിയ തരത്തിൽ ഈ നീറ്റ് നെറ്റ് പരീക്ഷയുമായുള്ള വിവാദങ്ങൾ ഇങ്ങനെ കൊഴുക്കുകയാണ്. ഒപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകളും പ്രതിപക്ഷവും അടക്കമുള്ള അവരുടെ പ്രതിഷേധങ്ങൾ തുടരുന്നു. ഒപ്പം NT ഡയറക്ടറെ അടക്കം മാറ്റിക്കൊണ്ട് പുതിയ നിയമങ്ങൾ വന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ നടപടിയെടുക്കുന്നു. അങ്ങനെ ഒരുപാട് ഡെവലപ്മെന്റ്സുകൾ നടക്കുകയാണ്. നിലവിൽ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായി വാർത്തയിൽ വരിക, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? ജിൽസി, ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് മെയ് 5-ാം തീയതി നടന്ന നീറ്റ് പരീക്ഷയുടെ പുനഃപരീക്ഷകൾ, UG പരീക്ഷകളുടെ 1563 വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഉള്ള പുനഃപരീക്ഷയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. 7 സംസ്ഥാനങ്ങളാണ് നടക്കുന്നത്. ജാർഖണ്ഡ്, ഹരിയാന, മേഘാലയ സംസ്ഥാനങ്ങളിലാണ് ഇന്നിപ്പോൾ ഈ നീറ്റിൻ്റെ UG പുനഃപരീക്ഷ നടക്കുന്നത്. പ്രധാനമായിട്ടും അതായത് ഇപ്പോൾ ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് നൽകിയ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് അവരുടെ ഈ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അവരുടെ വലിയ വിവാദമുണ്ടായിരുന്നു. അവർക്ക് ഗ്രേസ് മാർക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട് പരീക്ഷ എഴുതാൻ സമയം കിട്ടിയില്ല. അങ്ങനെ സുപ്രീം കോടതിയുടെ പഴയ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ടാണ് ഈ 1563 വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയത്. അത് വിവാദമായതിനെ തുടർന്നാണ് അവരെ റദ്ദാക്കി വീണ്ടും അവർക്ക് റീടെസ്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് നെറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നീറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇന്ന് ഈ വിദ്യാർത്ഥികളുടെ റീടെസ്റ്റ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:20 വരെയാണ് പരീക്ഷ നടക്കുന്നത്. അതാണ് നീറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ വാർത്ത. അതോടൊപ്പം തന്നെ ഇന്നലെയാണ് ചില നിർണായകമായ തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഏകദേശം 9 മണിയോടുകൂടി വലിയ രീതിയിൽ നീറ്റുമായി ബന്ധപ്പെട്ട് NDA ഡയറക്ടറെ സുബോധ് കുമാർ സിംഗിനെ മാറ്റുന്നു, പകരം ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നു. അത്തരത്തിൽ വലിയ നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ പോകുന്നു. ഇന്ന് നീറ്റ് PG പരീക്ഷ നടക്കേണ്ടതായിരുന്നു. ഇന്ന് നടക്കാനിരുന്ന PG പരീക്ഷ മാറ്റിവെക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ ഈ നീറ്റ് വിവാദവുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങൾ കത്തുന്ന ഇടയ്ക്ക് ഇതിൻ്റെ അന്വേഷണ ചുമതല CBIക്ക് കൈമാറുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നലെ കേന്ദ്ര സർക്കാർ കടന്നിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇനിയിപ്പോൾ തിങ്കളാഴ്ച, അതായത് നാളെ പാർലമെന്റ് നടപടികൾ ആരംഭിക്കാനിരിക്കുകയാണ്. അതിന് തൊട്ട് മുന്നോടിയായിട്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നതിലൂടെ പാർലമെന്റിലെ പ്രതിഷേധത്തെ ഒരു പരിധിവരെയെങ്കിലും ചെറുക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ നീക്കം. അതുകൊണ്ട് തന്നെയാണ് NDA ഡയറക്ടർ സുബോധ് കുമാർ സിംഗിനെയൊക്കെ മാറ്റുന്ന നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ മാറിയിരിക്കുന്നത്. എന്തായാലും വലിയ വിവാദങ്ങൾ നിലനിൽക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങൾ ആ സംസ്ഥാനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ നിയമങ്ങളൊക്കെയും പാസ്സാക്കാൻ പോകുന്നു. ബീഹാർ അവരുടെ നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ പാസ്സാക്കാൻ പോകുന്നു, ബില്ലുകൾ പാസ്സാക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത പോകുന്നു. അതിന് തൊട്ടു പിന്നാലെ ഉത്തർപ്രദേശിലും ഇത്തരത്തിലുള്ള ബില്ലുകൾ പാസ്സാക്കാൻ പോകുന്നുള്ള വാർത്തകളാണ് ഏറ്റവും പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതായത് NDA മുന്നണിയിലെ സഖ്യകക്ഷികൾക്കിടയിൽ പോലും വലിയ വിവാദമായ നീറ്റ് NDA അല്ലെങ്കിൽ ഈ നെറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളുള്ള സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ പുതിയ ചില നീക്കങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആയിരുന്നു 5 പേരെ ജാർഖണ്ഡിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഇതോടെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ എണ്ണം 18 ആയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെ അറസ്റ്റായവരിൽ ഒരു വിദ്യാർത്ഥിയും ആ വിദ്യാർത്ഥിയുടെ പിതാവും ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അത്തരത്തിൽ വലിയ വിവാദങ്ങൾ നീണ്ടു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഈ അന്വേഷണ ഏജൻസികളുടെ പ്രധാനമായിട്ടും ഇപ്പോൾ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കോച്ചിങ് സെന്ററുകൾക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ ഉത്തർപ്രദേശിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കത്തിക്കരിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കിയൊക്കെയും വെച്ചുള്ള അന്വേഷണം, വിദ്യാർത്ഥികളുടെ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ
ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ അന്വേഷണം CBIക്ക് വിട്ടിരിക്കുന്നത്. എന്തായാലും നെറ്റിന്റെ അന്വേഷണം CBI കൈമാറി. CBI റിപ്പോർട്ട് അല്ലെങ്കിൽ FIR റിപ്പോർട്ട് പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. അതായത് 18-ാം തീയതി നടക്കുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ 12-ാം തീയതി തന്നെ ടെലിഗ്രാമിലും ഡാർക്ക് വെബിലും പ്രചരിച്ചു എന്നുള്ള വാർത്തകളാണ് CBIയുടെ FIR റിപ്പോർട്ടിൽ പുറത്തു വന്നത്. അതോടുകൂടി തന്നെ കേന്ദ്ര സർക്കാർ വലിയ പ്രതിരോധത്തിലായിരുന്നു. പ്രത്യേകിച്ച് NDA പോലെ രാജ്യത്തെ സുപ്രധാനമായ പരീക്ഷകൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കുള്ള വലിയ അഴിമതിയാണ് ഈ പരീക്ഷകൾ നടന്നിരിക്കുന്നത്. രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അതൊക്കെയും തുലാസിലാകുന്ന രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാരിന് നടപടികൾ എന്ന വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്നലെ രാഹുൽ ഗാന്ധി വലിയ വിമർശനമാണ് നടത്തിയത്. മോദി സർക്കാരിന്റെ ഭരണകാലത്ത് വിദ്യാർത്ഥികൾ പഠനത്തിലല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അവർ അവരുടെ ഭാവി കാര്യങ്ങളല്ല മോദി സർക്കാരിനെതിരെ പൊരുതുന്ന അവരുടെ ഭാവിക്ക് വേണ്ടി പൊരുതുന്നതിലാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഭാവി നശിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കുന്ന നിലയിലേക്ക് കേന്ദ്ര സർക്കാർ മാറിയിരിക്കുന്നു എന്നുള്ള വിമർശനമായി കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുന്നു. വിമർശനങ്ങളൊക്കെ പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്ത് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് ഉയർന്നു വരുന്നുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഒരു സ്വയം പ്രതിരോധം തീർക്കാനുള്ള നടപടികളിലേക്ക് NTA ഡയറക്ടറെ മാറ്റുന്നതടക്കം നെറ്റിൽ CBI അന്വേഷണം വരുന്നതടക്കമുള്ള നടപടികളിലേക്ക്, ഒപ്പം തന്നെ പുതിയ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ കേന്ദ്ര സർക്കാർ ഒരുപടി മുന്നിൽ തന്നെ പോകുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായി തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാകുന്ന ഒരു കാര്യം കൂടിയാണ്. അതിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് പൊതുവേ നമുക്കറിയാം പ്രതിപക്ഷ സ്വരങ്ങൾ ഉണ്ടായെങ്കിൽ പോലും വലിയ പെട്ടെന്ന് നടപടി എടുക്കാത്ത കേന്ദ്ര സർക്കാർ ഇത്തവണ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് കൂടെ ആശ്വാസകരമാണോ? ജിൽസി, തീർച്ചയായിട്ടും എന്തായാലും വളരെ വൈകിയാണെങ്കിലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന നടപടികൾ വിദ്യാർത്ഥികൾക്ക് ആശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് SFI അതുപോലെ ഇടതുപക്ഷ സംഘടന അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു. പ്രധാനപ്പെട്ട ആവശ്യം വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, അതുപോലെ തന്നെ NDA ഡയറക്ടറെ സ്ഥാനത്ത് നീക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. ആദ്യ നടപടി എന്ന വണ്ണം NDA ഡയറക്ടറെ ഇപ്പോൾ നീക്കിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് NDA ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് വന്ന വിശദീകരണങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നടന്നിട്ടില്ല. ചിലയിടങ്ങളിൽ അതായത് ചില എക്സാം സെന്ററുകൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സമയം ലഭിച്ചില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പ്രസ്താവിച്ചത്. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ നെറ്റ് വിവാദമൊക്കെയും വന്നത്. എന്തായാലും ഏറ്റവും ഒടുവിലായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നും വന്ന നടപടികൾ വിദ്യാർത്ഥികൾക്ക് ആശ്വാസം പകരുന്ന ഒന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബീഹാറിൽ ഇന്നലെ നടത്താനിരുന്ന ടെറ്റ് പരീക്ഷ മാറ്റി, അതായത് അധ്യാപക പരിശീലന ടെസ്റ്റ് പരീക്ഷയൊക്കെയും ഇന്നലെ മാറ്റിവെച്ചു. അതിന് തൊട്ടു പിന്നാലെ ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇന്ന് നടത്താനിരുന്ന നീറ്റിൻ്റെ PG പരീക്ഷ മാറ്റിവെച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഏറ്റവും കൂടുതലായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഈ പരീക്ഷകളുടെയും ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പരീക്ഷകൾ മാറ്റിവെക്കുന്ന നടപടിയിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്, കേന്ദ്ര സർക്കാർ നീങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പരീക്ഷയും കൂടി നടക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്ത് അരങ്ങേറേണ്ടി വരും. പ്രത്യേകിച്ച് ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. വിദ്യാർത്ഥി സംഘടനകളും പ്രതിപക്ഷവും ഒക്കെ വലിയ പ്രശ്നവുമായി അല്ലെങ്കിൽ വലിയ പ്രതിഷേധവുമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യമൊട്ടാകെ വലിയൊരു പ്രതിഷേധവുമായി വിദ്യാർത്ഥികളും പ്രതിപക്ഷവും ഇറങ്ങും എന്നുള്ള ആ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള അപ്ഡേറ്റ്സുകൾ വരുന്ന ദിവസമാണ്, വലിയ പ്രതിഷേധങ്ങളൊക്കെ വരുന്ന ദിവസമാണ്.